ബീനമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് ആദ്യമേ തന്നെ ഒന്ന് വറുത്ത് മൂപ്പിച്ച് അരച്ചൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ സബോളയൊക്കെ വഴറ്റി കഴിഞ്ഞ് നമുക്ക് എളുപ്പമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും 2 തണ്ട് വേപ്പിലയും കൂടി അങ്ങോട്ട് നല്ലപോലെ മൂപ്പിച്ച് അരച്ച് വെക്കും. എന്നിട്ട് വേറൊരു പാനെടുത്ത് നമ്മൾ അടുപ്പത്ത് വെച്ച് സബോളയൊക്കെ വാട്ടിയെടുക്കണമല്ലോ. അപ്പോൾ കടുകൊക്കെ പൊട്ടി ഞാൻ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അതിനിടയ്ക്ക് കുരുമുളക് പൊടിയും കൂടി അതിനകത്തൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയൊക്കെ ഞാൻ കുറച്ച് വലുതാക്കി എടുക്കുക അരിയുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇത് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കരുതല്ല, അതുകൊണ്ട് വലുതാക്കി ഞാൻ ചെറുതാക്കിയൊന്നും അരിയല്ല. ഒന്നല്ലേ അരച്ചെടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ വലുതാക്കി അരിഞ്ഞെടുക്കും. ഇതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് സവോള വാട്ടി റെഡിയാക്കാം. ഇതിപ്പോൾ ഞാനൊരു 3 സവോള എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരുമാതിരി വലിപ്പമുള്ള സവോള തന്നെയാണ് കേട്ടോ. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി അങ്ങ് ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴന്ന് കഴിയുമ്പം തക്കാളി നല്ലത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ചിക്കന്. അപ്പം ഇത് നല്ല തക്കാളിയാണ്. അത് ചേർത്ത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് കുറച്ചെടുത്ത് നമുക്ക് അരപ്പിൻ്റെ കൂടെ അരച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ. നല്ല കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ സബോളയെല്ലാം വാടി കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഏകദേശമൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്, നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. എത്രയും വാടുന്നു അത്രയും നല്ലതാണ് സബോളയൊക്കെ വാടുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ യോജിപ്പിച്ചിട്ട് അതിൽ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. പൊടികളും ചേർക്കാം, അരപ്പും ചേർക്കാം. ചിക്കന് എന്തായാലും വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ ഒത്തിരി വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ലതല്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഞാനിതെല്ലാം കൂടി പൊടികളെല്ലാം കൂടി നല്ലപോലെ ചൂടാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടായിക്കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടയ്ക്കായാലും ചോറിനായാലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ചിക്കൻ കറി കഴിക്കാം. അത്രയും ടേസ്റ്റായിരിക്കും. നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് കൊഴുപ്പുമൊക്കെ കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളമൊഴിച്ച് നമ്മൾ ചെയ്യുക. ഇത്തിരി കുരുമുളക് പൊടി മുന്നിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ ഏത് കറിക്കായാലും മീൽസിൻ്റെ ഏത് കറിക്കായാലും കുരുമുളക് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇടയ്ക്ക് കറണ്ട് പോയ സമയത്തുള്ള കാഴ്ചയാണത്. അപ്പോൾ ഏകദേശമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് പറ്റിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇപ്പോൾ ദേ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതാണ്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കി. അപ്പോൾ ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകും.